ഗാനഗന്ധർവന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദമാധുര്യയ്ക്കിടയിലും ആ ജയചന്ദ്രന്റെ കിന്നരനാദം വേറിട്ട് തന്നെ നിന്നു. മലയാളിക്ക് അനശ്വരമായ ഒരുപിടി ഗാനങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, അമല ആശുപത്രിയിൽ നിന്ന് ഇനിയിപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. എത്ര മണിയോടെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരും? മറ്റ് ചടങ്ങുകൾ എങ്ങനെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു? ഇന്നിപ്പോൾ പൂങ്കുന്നത്തും ഒപ്പം തന്നെ സംഗീത നാടക അക്കാദമിയിലും മാത്രമാണോ പൊതുദർശനം? ജിൽസി അല്പസമയത്തിനകം 8 മണിയോടെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ മൃതദേഹമുള്ളത് മോർച്ചറിയിലാണ്. 8 മണിയോടെ മോർച്ചറിയിൽ നിന്നും എടുത്ത് മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10 മണിയോടെ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് പൊതുദർശനമുണ്ട്. 12 മണി വരെയാണ് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് വരുന്ന രാഷ്ട്രീയ സാഹിത്യ രംഗത്തെ പ്രമുഖർക്കും സിനിമാ രംഗത്തെ പ്രമുഖരായ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാം. ഒപ്പം പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സംഗീത നാടക അക്കാദമിയിൽ ഒരുക്കിയിട്ടുണ്ട്. 12 മണി വരെയാണ് ഇന്ന് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെയാണ്, പൂങ്കുന്നത്തെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. അതിനുശേഷം നാളെ രാവിലെയാണ് എറണാകുളം ചേന്നമംഗലത്തെ, പറവൂർ ചേന്നമംഗലത്തെ പാലിയത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുക. നാളെ രാവിലെ 10 മണിയോടെ പാലിയത്തെ തറവാട്ട് വീട്ടിൽ പൊതുദർശനമുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് നിലവിൽ സംസ്കാര ചടങ്ങുകളും പൊതുദർശനത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്ന് സംഗീത നാടക അക്കാദമിയിലും പൂങ്കുന്നത്തെ വീട്ടിലും മാത്രമാണ് പൊതുദർശനത്തിനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി പ്രമുഖർ, സംഗീത രംഗത്തെ നിരവധി പ്രമുഖരൊപ്പം സിനിമാ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നും നാളെയുമായി നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നിരവധി ആളുകൾ തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു ഒഴുക്ക് ഇപ്പോഴുമുണ്ട്, തുടർന്നും അത് തന്നെയാണ്. വലിയ ആരാധകരുടെ വലിയ ഒഴുക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ മലയാളിക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മലയാളിയുടെ സന്തോഷത്തിലും സന്താപത്തിലും പ്രണയത്തിലും വിരഹത്തിലുമൊക്കെ കൂടെയുണ്ടായിരുന്ന ജയചന്ദ്രൻ എന്ന് തന്നെ വേണം നമുക്ക് പറയാം. ജയചന്ദ്രൻ്റെ ഗാനങ്ങളിലൂടെയാണ് മലയാളി പ്രണയിച്ചത്. മലയാളിയുടെ വിരഹത്തിൽ, മലയാളിയുടെ സന്തോഷത്തിൽ ഒക്കെ ജയചന്ദ്രൻ്റെ ഗാനങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഗാനം ആസ്വദിച്ച് തന്നെയാണ് മലയാളികളിൽ പലരും ഒക്കെ വളർന്നത്. അതായത് ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ, പ്രായത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ വലിയ സംഗീത ലോകത്ത് വലിയ സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അനശ്വരമായി തന്നെ നിലനിൽക്കുമെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത്തരത്തിൽ വലിയ ഒരു മഹാപ്രതിഭയുടെ വിയോഗ വാർത്ത തന്നെയാണ് ഇന്നലെ ഞെട്ടലോടെ കേരളവും മലയാളക്കരയും സംഗീത ലോകവും അറിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 7:54 അത്തരത്തിൽ വലിയ ഞെട്ടലോട് കൂടിയാണ് സംഗീത ലോകം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത്. അത്തരത്തിൽ ഇന്ന് ക്രമീകരണങ്ങളെല്ലാം തന്നെ പൊതുദർശനത്തിനും കാര്യങ്ങളിലുമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ എറണാകുളത്താണ് നടക്കുക. അത്തരത്തിലൊരു ക്രമീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പവും അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ കാലഘട്ടവും അദ്ദേഹം സംഗീതത്തിലേക്ക് വരുന്നതൊക്കെ എറണാകുളത്ത് വെച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാലിയത്തെ തറവാട്ടിൽ ആണ് ജനനവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും താൻ ജനിച്ചു വളർന്ന സംഗീതത്തിലേക്ക് ആദ്യം വന്ന ആ ഒരു അങ്ങോട്ടേക്ക് തന്നെ, അവിടെ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അന്ത്യ യാത്ര അവിടെ തന്നെ ആയിരിക്കണമെന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു കാര്യം പരിഗണിച്ചാണ് ഇത്തരത്തിൽ എറണാകുളത്ത് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, സംസ്കാരത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യം പരിഗണിച്ച് തന്നെയാണ്. ഇത്തരത്തിൽ ചെണ്ടയും മൃദംഗവും ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിക്കുന്നത് ഈ എറണാകുളത്ത് വെച്ചാണ്. അച്ഛൻ സംഗീതജ്ഞനായിരുന്നു, അച്ഛനിൽ നിന്നും ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടു. അപ്പം മൃദംഗവും ചെണ്ടയും ഒക്കെ പഠിച്ചു. അങ്ങനെയാണ് ഒരു സംഗീതത്തിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത്. ശേഷം സുവോളജിയിൽ ഡിഗ്രി എടുത്തു, ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീത ഒരു കരിയറിന് തുടക്കം കുറിക്കുന്നു. അവിടെ വെച്ച് ചിദംബരനാഥിൻ്റെ സംഗീത സംവിധാനത്തിൽ ആദ്യ ഗാനം പാടുന്നു. ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. മലയാള സംഗീത
ശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകി യേശുദാസിനൊപ്പം യേശുദാസ് ഒരു ഗാനഗന്ധർവൻ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോഴും തൻ്റെ ഭാവപൂർണ്ണമായ ഗാനത്തിലൂടെ ഒരു ഭാവഗായകൻ എന്നുള്ള രീതിയിലുള്ള വിശേഷണമൊക്കെ സ്വന്തമാക്കി അദ്ദേഹം സംഗീത ലോകത്ത് വലിയ സംഭാവനകൾ നൽകി മടങ്ങുകയാണ്. ഇത്തരത്തിൽ വലിയ നഷ്ടം തന്നെയാണ് സംഗീത ലോകത്തിന് ഉണ്ടാകുന്നത്. ഒരു സംഗീത ലോകത്തിന് മാത്രമല്ല, ഒരു വ്യക്തി ജീവിതത്തിൽ പോലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഇടപെടുന്ന ആളുകളുമായി ഒക്കെ ഒരു വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച, പുറമേ നമുക്ക് പരുക്കനാണ് എന്ന് തോന്നുമ്പോൾ പോലും ഉള്ളിൽ വളരെ സൗമ്യനായ ആളുകളോട് വളരെ സ്നേഹവും അനുകമ്പയും പുലർത്തുന്ന അത്രയധികം മനുഷ്യസ്നേഹിയായ അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പോലും ആ ഒരു സ്നേഹവും അനുകമ്പയും ആ ഒരു ഭാവവും ഒരു പ്രണയവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും അത്രയധികം അനുസ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ജിൻസി. തീർച്ചയായും ലിഡി, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം കൂടി അനുസ്മരിക്കുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായ കലാകാരൻ എന്ന രീതിയിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ഭാഷകളിൽ അദ്ദേഹം തമിഴ്, തെലുങ്ക്, കന്നഡ പോലെയുള്ള ഭാഷകൾ, അവസാനം ഹിന്ദി ഭാഷയിലടക്കം അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും മലയാളിയുടെ മനസ്സിൽ ജയചന്ദ്രൻ എന്നത് സ്വന്തം ഗായകനാണ്. പ്രിയപ്പെട്ട ഗായകന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം.